സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 28 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ പൗലോസ്, നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിനക്കു തന്നെ ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്? നിനക്കു നീ തന്നെ ദോഷം ചെയ്യരുത്, നിന്നെ നീ തന്നെ നശിപ്പിക്കുവാൻ പാടില്ല. ഇവിടെ സംഭവം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തി, ഇവിടെ ഒരു കാരാഗൃഹ പ്രമാണിയെ കാണാൻ കഴിയും. ജയിലിലെ അധികാരമുള്ളതായ ഒരു വ്യക്തിയാണ്. ആ അധികാരിയോട് പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ മക്കദോനി എന്ന സ്ഥലത്തേക്ക് സുവിശേഷവുമായിട്ട് പോകാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവനെ പ്രേരിപ്പിച്ചു. മറ്റെവിടേക്കോ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ അനുവദിച്ചില്ല അങ്ങോട്ട് പോകാൻ. ദൈവത്തിന്റെ ആത്മാവ് അവനെ നിർബന്ധിച്ചു. ഞങ്ങളുടെ കൺവെൻഷൻ നിങ്ങളുടെ സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏതോ ദേശത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്, കൂടുതൽ പണം കിട്ടുന്നത്, അതൊന്നും ഞങ്ങൾ ആലോചിക്കത്തില്ല. ദൈവം എങ്ങോട്ടാണ് വിടുന്നത് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ആശ. അനേകം ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ദൈവം പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ദൈവം എവിടേക്കാണ് അയക്കുന്നത് അവിടെയാണ് മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള സ്ഥലത്തല്ല മീറ്റിംഗ് വെക്കേണ്ടത്. ദൈവം പറയുന്ന സ്ഥലത്ത് മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ അവിടെ വലിയ ഫലം കാണുവാനിടയാകും. പൗലോസും ശീലാസും ദൈവം പറഞ്ഞതനുസരിച്ച് മക്കദോനിയയിലേക്ക് ചെന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിച്ചത് നോക്കുക. വലിയ ആവശ്യത്തിലായിരുന്നതായ ചില ആത്മാക്കൾ, ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലായിരുന്നു, കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ലുദിയ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളൊരു സത്യാന്വേഷി ആയിരുന്നു. യഥാർത്ഥ ദൈവമാരാണെന്നറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല, എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ആശയവുമില്ല. എന്നാൽ അവൾ ദൈവത്തെ അന്വേഷിക്കുന്നതായി ഒരു സ്ത്രീയായിരുന്നു. അവിടെ കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രേരണ ലഭിച്ചിട്ട് ആ ചർച്ചിലേക്ക് പോകാനല്ല പറഞ്ഞത്, ആ നദിയുടെ തീരത്തേക്ക് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ പ്രേരണ ലഭിച്ച് നദിയുടെ തീരത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനിടയായി. അപ്പോൾ ലുദിയായുടെ ഹൃദയം തുറക്കപ്പെടുവാനിടയായി. തന്റെ വീട്ടുകാരെല്ലാം രക്ഷയിലേക്ക് അവൾ നടത്തി. അവളുടെ വീട് തന്നെ പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റി. ഒരു സ്ത്രീ അവൾ മാറുവാനിടയായി. അവളൊരു ക്രിസ്ത്യാനിയായിരുന്നില്ല, എന്നാൽ അവൾ ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവമുള്ളവളായിരുന്നു. ദൈവത്തിന്റെ വചനം കേട്ട സമയത്ത് അവളുടെ ഹൃദയം തുറക്കപ്പെടുവാൻ ഇടയായി. പിന്നീട് ആ നാട്ടിൽ കൂടി പൗലോസും ശീലാസും പോകുന്നതായ സമയത്ത് ഭൂതം ബാധിച്ചതായ ഒരു സ്ത്രീ അവരെ കണ്ടിട്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, ദാസന്മാരെ എന്ന് വിളിച്ചു പറയുകയാണ്. ഇവർ നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം ഉപദേശിച്ചു തരും എന്ന് ആരാണ് പറയുന്നത്? ഭൂതം പറയുകയാണ്. ഭൂതങ്ങൾക്കറിയാം ദൈവം ആരാണെന്ന്. ഭൂതങ്ങൾക്കറിയാം ദൈവദാസന്മാരാണെന്ന്, കള്ളപ്രവാചകന്മാർ ആരാണെന്ന്, യഥാർത്ഥ ദൈവദാസന്മാർ ആരാണെന്നും ഭൂതങ്ങൾക്ക് അറിയുവാൻ കഴിയും. യേശു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പറയുമ്പോൾ ഭൂതങ്ങൾ പറയുന്നു, ഭൂതങ്ങൾ പോലും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിന്റെ വിശ്വാസം എന്താണ്? നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പൗലോസിന് കോപം വന്നു. എന്തുകൊണ്ടാണ് കോപം വന്നത്? നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് സന്തോഷിക്കുകയല്ലേ, പുകഴുകയല്ലേ? വീഡിയോ ഒക്കെ എടുക്കേണ്ടതല്ലേ? നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കണ്ടേ? മിണ്ടാതിരിക്കൂ. ഇവിടെ പൗലോസ് പറയുന്നു, മിണ്ടാതിരിക്കൂ, നീ മിണ്ടാതിരിക്കൂ. നീ എന്തിനാണ് എന്നെ പുകഴ്ത്തി പറയേണ്ടത്? നിന്റെ വായിൽ നിന്നല്ല ഞാൻ കേൾക്കേണ്ടത്, എന്നെ പുകഴ്ത്തേണ്ടത് എന്റെ കർത്താവാണ്. ഭൂതങ്ങളാൽ എനിക്ക് പുകഴ്ത്തപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ ഭൂതത്തിനെ ശാസിക്കുവാനിടയായി. അങ്ങനെ ഭൂതം വിട്ടുമാറിയപ്പോൾ ഇവിടെ വെച്ചിട്ട് ലക്ഷണം പറഞ്ഞതായ ആളുകൾക്ക് നഷ്ടം വന്നു. അവർ കോപത്തോടെ ഇവരെ പിടിച്ചുകെട്ടുവാനിടയായി, ഇവരുടെ മേൽ കുറ്റം ആരോപിക്കുവാനിടയായി. അങ്ങനെ ആ രാത്രി അവരെ ബന്ധിച്ചിട്ട് തടവറയിലാക്കാനിടയായി. അബ്ബാ, ദൈവദാസന്മാർക്ക് കഷ്ടതയുടെ സ്തുതി എപ്പോൾ വരുമെന്നറിയില്ല. എന്നാൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട് എത്ര ദൈവദാസന്മാരായിട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് യഥാർത്ഥമായ ദൈവദാസൻ ആരാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും പാസ്റ്റർമാരാണ്, എല്ലാവർക്കും വചനം പറയണം, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം, എല്ലാവർക്കും ഭൂതങ്ങളെ അഴിക്കണം, എല്ലാവർക്കും പാട്ട് പാടണം, എല്ലാവർക്കും പ്രവചനം ചെയ്യണം. ശരിയാണ്, നടത്തിക്കോളൂ. മത്സരത്തിൽ കൂടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം വരും,
നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്താ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, ഞങ്ങൾ പ്രവചനങ്ങൾ നടത്തിയില്ലേ, TV പ്രോഗ്രാമുകൾ ചെയ്തില്ലേ? ദുർമാർഗികളെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമോ എന്നുള്ളതായ ഭയമാണ് എൻ്റെ ഹൃദയത്തിനുള്ളിൽ എപ്പോഴും. 42-43 വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ ഇതെല്ലാം നഷ്ടമായിട്ട് പോകും. അന്ത്യം വരെയും വിശ്വസ്തനായിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നുള്ളതായ ഭയത്തോടുകൂടിയാണ് അവൻ്റെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവേല എന്ന് പറയുന്നത് തമാശയല്ല. യഥാർത്ഥ ദൈവ വേലയെന്ന് പറഞ്ഞാൽ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്നതാണ്. യഥാർത്ഥമായ ദൈവത്തിന്റെ വേലയെന്ന് പറഞ്ഞാൽ നിന്ദയും അപമാനവും കഷ്ടതയും നഷ്ടവുമൊക്കെ സഹിക്കുന്നതാണ്. ആ പിശാചിനാൽ പിടിക്കപ്പെട്ട ആളിനെ വിടുവിച്ചപ്പോൾ അവർക്ക് പകരമായി എന്താണ് ലഭിച്ചത്? ക്രൂരമായ പീഡനങ്ങളായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് അവരെ അടിക്കുവാനിടയായി, അവരുടെ കൈകാലുകൾ പൊട്ടിക്കുവാനിടയായി, അവരുടെ കൈകളും കാലുകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അങ്ങനെ ആ ഇടുങ്ങിയതായ മുറിക്കുള്ളിൽ, ആ തടവറയ്ക്കുള്ളിൽ കൈകൾ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് പൗലോസിനെയും ശീലാസിനെയും വിട്ടു. അവർ എന്ത് ചെയ്തു? നാം ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്താണ് ദൈവമേ, നിന്റെ വേല ചെയ്തപ്പോൾ എനിക്ക് പകരം ഇതാണ് കിട്ടുന്നത്. ചെറിയൊരു കഷ്ടത വന്നാൽ മതി, ഇപ്പോൾ ആളുകൾ എത്രമാത്രം നിരാശപ്പെട്ടു പോകുമെന്നറിയാമോ? ദൈവത്തിൻ്റെതായ ആ ശക്തിയെ, അവൻ്റെ മേലുള്ള വിശ്വാസത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദൈവം കഷ്ടത അനുവദിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ചെറിയൊരു കഷ്ടം വന്നാൽ മതി, അപ്പോൾ തന്നെ ആളുകൾ ദൈവത്തിനെതിരെ തിരിയാനിടയാകും. ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ മതി, ദൈവവേല ചെറിയൊരു കഷ്ടം വന്നാൽ മതി, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ മതി, അപ്പോൾ തന്നെ എന്താണ് ദൈവം ഈ കാണിക്കുന്നത്? ഞാൻ ഇത്രമാത്രം വിശ്വസ്തയോടെ ദൈവവേല ചെയ്തിട്ടും ആരോ എന്നെ കള്ളപ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഞാൻ തെറ്റിപ്രിയനാണെന്ന് പറയുന്നു, ഞാൻ പണത്തിന് വേണ്ടി വരുന്നെന്ന് പറയുന്നു, ഞാൻ ഇനി ദൈവവേല ചെയ്യത്തില്ല. അതെന്താണ്? ആരെന്ന് പറഞ്ഞാൽ എനിക്കെന്താണ്? ആരെന്ത് പറഞ്ഞാലും എനിക്കെന്താണ്? കഷ്ടത വരുമ്പോൾ കർത്താവിനെ വിട്ടുമാറുന്നവൻ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല. ലാഭങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിശ്വസിക്കുന്നവൻ അവൻ വിശ്വാസിയല്ല. എന്നാൽ ഇന്നുള്ളതായി ഉപദേശകന്മാർ മാറിപ്പോയിരിക്കുന്നു. അവർ പറയുന്നു, യേശുവിൽ വിശ്വസിച്ചാൽ കഷ്ടതയുണ്ടാകില്ല, എല്ലാം നിനക്ക് ലാഭമായിരിക്കും, എല്ലാം മൾട്ടിപ്പിളായിട്ട് മാറുവാനിടയാകും. ഇത് ശരിയായ ഉപദേശമല്ല, ശരിയായ ഉപദേശം അല്ല. കഷ്ടതയിൽ യേശുവിൽ നിന്ന് വിട്ടുമാറാതിരിക്കുവാൻ കഴിയുമോ? കഷ്ടതയിലും യേശുവിനോട് ചേർന്ന് നിൽക്കുമോ? പൗലോസും ശീലാസും ആ തടവറയിൽ എന്താണ് ചെയ്യുന്നത്? കർത്താവിനെ ആരാധിച്ച് പാട്ടുപാടി സ്തുതിക്കുകയാണെന്നാണ്. ശരീരത്തിൽ കൂടി രക്തമൊഴുകുമ്പോൾ, കൈകാലുകൾ വേദനിക്കുമ്പോൾ, ആ സമയത്ത് ഇങ്ങനെയുള്ള ജീവിതം എന്തിനാണ് എനിക്ക്? ശീലാസെ, നീ എന്നെ അഴിച്ചുവിടുക, ഞാൻ നിന്നെ അഴിച്ചുവിടാം. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നതായ ആ വലിയ തടിയില്ല, തടിയെടുത്ത് നമ്മുടെ തലക്കിട്ടടിച്ചിട്ട് നമുക്ക് തന്നെ ഇവിടെ കിടന്ന് മരിക്കാം. ഇവിടെ നിന്ന് വെളിയിൽ പോകാതെ എന്ത് ചെയ്യാൻ കഴിയും? അവർ അങ്ങനെ വിചാരിച്ചോ? എന്താണ്, അനേകം ആളുകൾ ഈ കാലത്ത് ചെറിയൊരു കഷ്ടത വന്നാൽ അവരുടെ വായിൽ വരുന്ന വാക്കെന്താണെന്നറിയാമോ? മരിച്ചേക്കാം. എന്താണ്? മരിച്ചു കളയാം. ഒന്നിനും കൊള്ളാത്ത ഈ ജീവിതം, ഒരു ഗതിയുമില്ലാത്ത ജീവിതം, എന്തിനാണ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്? എങ്ങനെയെങ്കിലും മരിച്ചു കളഞ്ഞേക്കാം. ഇനി അവർ അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും നിങ്ങൾ ഉപദേശം കൊടുക്കാം. ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് കേട്ട് അവർ തന്നെ പോയി മരിക്കുവാൻ ഇടയാകും. അത് കഴിഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? അങ്ങനെ മരിക്കാൻ വേണ്ടിയാണോ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? നാം ജീവിക്കണം. നാം ജീവിച്ചിരുന്നിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് അവൻ പറഞ്ഞു. ആ ഭക്തൻ മരിക്കൂ മരിക്കൂ എന്നത് പിശാചിന്റെ പാട്ടാണ്. അവനറിയാം നാം കർത്താവിൽ വിശ്വസിക്കുന്നുവെന്നും നാം രക്ഷിക്കപ്പെടും എന്നും കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുമെന്നും അവസാനം നാം മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുമെന്നും അവനോടൊപ്പം നിത്യമായിട്ട് വസിക്കുമെന്നും അവനറിയും. എത്രയും പെട്ടെന്ന് നമ്മെ കൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് തന്നെ നമ്മെ കൊല്ലിക്കുകയാണെങ്കിൽ, നേരെ അവന് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നേരെ അവന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, നരകത്തിലേക്ക്. നീ തന്നെ ദോഷം ചെയ്യരുത്. അർദ്ധരാത്രി സമയത്ത് അവർ കർത്താവിനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാനിടയായി, ഭൂമിയിൽ പിളർപ്പ് വീഴാനിടയായി. എന്താണ്? ഞാൻ ഇടയ്ക്കൊക്കെ അത് ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ അവർ ഈ പാട്ട് പാടിയിരുന്നിരിക്കാം. ദൈവത്തെ സ്തുതിക്കുക, ക്ടിങ് ടിങ് ടിങ് ക്ടിങ് ടിങ് ക്ടിങ്. എന്താണ്? ചങ്ങല. എന്താണ്? ബേസ്. കാരാഗ്രഹത്തിന്റെ വാതിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങി. എന്താണ്? സ്വർഗീയ ശക്തി അവിടേക്ക് ഇറങ്ങി വരുവാനിടയായി. ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീഴാനിടയായി. കാരാഗ്രഹത്തിന്റെ വാതിലിന്റെ താഴികൾ ഇളകി വീഴാനിടയായി. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അപ്പോൾ ഉറങ്ങിക്കിടന്നതായ ജയിലർ ഞെട്ടി എഴുന്നേറ്റിട്ട് ഓടി വരുവാനിടയായി. വന്ന് നോക്കിയതായ സമയത്ത് നോക്കിയപ്പോൾ പ്രതികൾ കിടന്നതായ എല്ലാ കാരാഗ്രഹത്തിന്റെയും വാതിലുകൾ തുറക്കെ മലർന്നു കിടക്കുന്നു. അത് കണ്ടതായ അയാൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. റോമൻ ഭരണകൂടമെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ് അവർ. ഒരു ചെറിയ കുറ്റകൃത്യത്തിന് പോലും വലിയ ശിക്ഷയാണ് അവർ കൊടുക്കാറുള്ളത്.
അങ്ങനെയായിരിക്കുമ്പോൾ ഇത്രയും പ്രതികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജയിലർക്ക് വരുന്നതായ ശിക്ഷ അത് എത്ര വലിയതായിരിക്കും, എത്ര തീവ്രമായിരിക്കുമെന്ന് വിചാരിച്ച് അതിൻ്റെ ആ ചിന്തയിൽ അദ്ദേഹം സ്വന്തം കത്തിയെടുത്ത് തന്നെത്താൻ മരിക്കാനാണ് പരിശ്രമിച്ചത്. അങ്ങനെ തന്നെത്താൻ മരിക്കാൻ പോകുന്നതായ സമയത്താണ് പൗലോസ് പറയുന്നത്, നിനക്കു തന്നെ നീ ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. നിനക്ക് നീ ദോഷം ചെയ്യുവാൻ പാടില്ല. ആ കാരാഗൃഹ പ്രമാണി അതിശയിക്കുവാനിടയായി. കാരാഗൃഹമെല്ലാം തുറന്നു കിടക്കുകയാണ്. അപ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുന്നത്? പറയൂ, എന്ത് സംഭവിക്കും? കാരാഗൃഹത്തിൽ കിടക്കുന്ന കള്ളന്മാർ തടവറയുടെ വാതിൽ തുറന്നു കിടന്നാൽ അവിടെ നിൽക്കുമോ? അവിടെ കാണുമോ? കാണുമോ? അവർ ഓടിപ്പോകും, അവർ രക്ഷപ്പെടും. എന്നാൽ അവർ എല്ലാവരും അവിടെ തന്നെയുണ്ട്, ആരും പോയിട്ടില്ല. എന്താണ്? അവർക്ക് മാനസാന്തരം വന്നിരിക്കുന്നു, അവർക്ക് മാറ്റം വന്നിരിക്കുന്നു. അവരും പൗലോസിന്റെ ശീലാസിന്റെയും പാട്ട് കേട്ട്, അവർ പറയുന്ന വചനം കേട്ടിട്ട്, അവിടെ നടന്നതായ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വന്നതുകൊണ്ട് ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടും കാരാഗൃഹം തുറന്നിട്ടുകൂടി അവർ ഓടിപ്പോയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിനക്ക് നീ ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ കാരാഗൃഹ പ്രമാണി പറഞ്ഞു, യജമാനന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? യജമാന, ഈ വലിയ ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തു ചെയ്യണം? പള്ളിക്ക് ചുറ്റി നടന്നു വരണം, 7 ആഴ്ച തുടർച്ചയായിട്ട് വരണം, 2 TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യണം, എന്താണ്, കുറെ പണക്കിഴികൾ കൊണ്ടുവരണം, എന്താണ്, കുറച്ച് നേർച്ചയൊക്കെ കഴിക്കണം, കുറച്ച് മെഴുകുതിരികൾ കത്തിക്കണം, ഒന്നുകൂടി ക്രൂശ് ചുമക്കണം, എന്താണ്, ഇതൊക്കെ പറഞ്ഞോ? ഇതൊന്നും അവർ പറഞ്ഞില്ല. ഇവയെല്ലാം ചെയ്യേണ്ടതായ ആവശ്യമില്ല. നിന്റെ പാപം പോകണമെന്നുണ്ടെങ്കിൽ ഇവയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ പാപം ഓൾറെഡി തന്നെ കർത്താവ് ക്രൂശിൽ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ക്രൂശിൽ അവൻ രക്തമൊഴുക്കിയത് കൊണ്ട് നിന്റെ സകല പാപങ്ങളും ശാപങ്ങളും മാറിയിരിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? അത് സ്വീകരിച്ചാൽ മാത്രം മതി. വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിനെ അംഗീകരിച്ചാൽ മാത്രം മതി. എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയാകും. ദയവ് ചെയ്ത് എല്ലാവരും തലകളെ വണക്കുക. നമുക്കെല്ലാം ഒരുമിച്ച് കർത്താവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. സ്വർഗത്തിൽ നിന്ന് നീ ശ്രദ്ധ വെച്ച് കേൾക്കണമേ. വിശ്വാസത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി കൈകൾ ഉയർത്തി, കർത്താവേ, എന്നെ സഹായിക്കുമാറാകണമേ എന്ന്. ഏതു ഹൃദയത്തിൽ നിന്നാണ് വേദനയുണ്ടാകുന്നത്? ഏതു ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥനയുണ്ടാകുന്നത്? ഏതു ഹൃദയത്തിൽ നിന്നാണ് ഭാരത്തോടുകൂടി, നിരാശയോടുകൂടി, വേദനയോടുകൂടി നിന്നോടവർ നിലവിളിക്കുന്നത് നന്നായിട്ടറിയുന്നതായ കർത്താവേ, ഞങ്ങളുടെ ഞരക്കങ്ങൾ കേൾക്കുന്നവനേ, ഞങ്ങളുടെ നെടുവീർപ്പുകൾ കേൾക്കുന്നവനേ, യേശുവേ, മനസ്സലിയണമേ. ഞങ്ങൾ ഈ ലോകത്തിൽ മടുത്തിരിക്കുന്നു. എവിടെ നോക്കിയാലും കഷ്ടത മാത്രമാണ്, എവിടെ നോക്കിയാലും വേദന മാത്രമാണ്, എവിടെയും ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നവർ മാത്രമാണ്, എവിടെയും ഞങ്ങളെ നിരാശപ്പെടുത്തുന്നവർ മാത്രമാണ്, എവിടെ നോക്കിയാലും വിമർശിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സന്തോഷമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളായിരിക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതം എന്തിന് ജീവിക്കണമെന്നാണ് വിചാരിക്കുന്നത്? നീ ജീവിക്കുന്നുവെന്നും നീ ഞങ്ങൾക്ക് സമാധാനം നൽകുമെന്നും നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകുമെന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംതൃപ്തി നൽകുമെന്നും, മാതാവിനേക്കാൾ ഞങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവനാണെന്നും പിതാവിനേക്കാൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണെന്നും പരമപിതാവായ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. നിന്റെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞ് കവിയുമാറാകണമേ. ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. സഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ അപ്പ. നിന്നിൽ വിശ്വസിക്കുന്നവരാണല്ലോ, നിന്റെ നാമത്തെ ഞങ്ങൾ ധരിച്ചവരാണല്ലോ, നിന്റെ മക്കളെന്ന് ഞങ്ങൾ വിളിക്കപ്പെടുന്നുണ്ടല്ലോ. പിശാചിന്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് എന്തിനാണ്? ഈ ദിവസം മുതൽ നിന്റെ ജീവിതം, നിന്റെ സ്നേഹം, നിന്റെ ജീവിതത്തിലെ ആ വിശുദ്ധി, നിന്റെ നന്മ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതിന് പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകണമേ. ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് തരികയാണ്. ഇപ്പോഴും ആരെങ്കിലും ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതൊരു കഥയാണ് എന്ന അവിശ്വാസത്തോടുകൂടി ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ ചെയ്യുമാറാകണമേ അപ്പ. ആരും നശിക്കുന്നത് നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല വ്യക്തികളും നിന്റെ അനുഗ്രഹത്തോടെ, വിടുതലോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിന്റെ സാക്ഷികളായി ജീവിക്കാനുള്ള കൃപ നൽകണമേ. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിന്നെ മഹത്വപ്പെടുത്തുവാൻ,
ലോകം വിട്ടുപോകുമ്പോൾ നിന്റെ രാജ്യത്തിന് അവകാശിയായി മാറുന്നതിന് ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും എഴുന്നേറ്റ് സമർപ്പിച്ചിരിക്കുന്നതായി നിങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.